തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ഹിന്ദു ഭക്തരുടെ ഒരു ആത്മീയ തീർത്ഥാടന കേന്ദ്രമാണ്. ഭൂലോക വൈകുണ്ഠം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മഹാക്ഷേത്രം ശ്രീകൃഷ്ണ ഭക്തിയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇവിടെ ശ്രീകൃഷ്ണൻ ബാലഗോപാലനായി ഭക്തരെ അനുഗ്രഹിക്കുന്നു. പുരാണങ്ങൾ പറയുന്നത് പോലെ ഈ ദിവ്യ വിഗ്രഹം സ്വയം മഹാവിഷ്ണു ബ്രഹ്മാവിന് നൽകിയതാണ്. ബ്രഹ്മാവിൽ നിന്ന് വസുദേവൻ, വസുദേവനിൽ നിന്ന് ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണനിൽ നിന്ന് ഉദ്ധവൻ എന്നിങ്ങനെ ഈ വിഗ്രഹം കാലങ്ങളിലൂടെ സംരക്ഷിക്കപ്പെട്ടു. ദ്വാപരയുഗാവസാനത്തോടെ ഭൂമി മുങ്ങാൻ തുടങ്ങുമ്പോൾ ഗുരുവായ ദേവനും വായുദേവനും ഈ വിഗ്രഹം ഇന്നത്തെ ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചു. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച ശ്രീകൃഷ്ണ വിഗ്രഹമാണ് ഗുരുവായൂരിൽ ഉള്ളത്. ഗുരുവായൂർ ക്ഷേത്രം പരമ്പരാഗത കേരള വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ്. നാലമ്പലം, കൊടിമരം, ദീപസ്തംഭം, നമസ്കാര മണ്ഡപം എല്ലാം ശാസ്ത്രീയവും ആത്മീയവുമായ സംവിധാനത്തിലാണ്. ഗർഭഗൃഹത്തിൽ നിലകൊള്ളുന്നത് 4 കൈകളോടെ ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ ധരിച്ച ശ്രീകൃഷ്ണന്റെ ബാലഗോപാല രൂപമാണ്. ഈ വിഗ്രഹത്തിന് ഏകദേശം 4000 വർഷത്തിലധികം പഴക്കമുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. ഗുരുവായൂരിലെ ഒരു ദിവസം പുലരുന്നത് നിർമ്മാല്യ ദർശനത്തോടെയാണ്. അഭിഷേകം, ഉഷപൂജ, ഉച്ചപൂജ, ദീപാരാധന, അത്താഴപൂജ എന്നിങ്ങനെ കർശനമായ ആചാരക്രമങ്ങൾ പാലിക്കുന്നു. നെയ്യഭിഷേകം ഗുരുവായൂരിലെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ്. കുഞ്ഞുങ്ങളുടെ ചോറൂണ്, തുലാഭാരം, വിളക്ക് വഴിപാടുകൾ എല്ലാം ഭക്തിയുടെ സാക്ഷ്യങ്ങളാണ്. ഗുരുവായൂരിലെ ഏറ്റവും പ്രധാന ദിനം ഏകാദശിയാണ്. ഈ ദിനത്തിൽ ലക്ഷക്കണക്കിന് ഭക്തർ ഗുരുവായൂരിലേക്ക് എത്തുന്നു. വിഷുക്കണി, ജന്മാഷ്ടമി, ചെമ്പൈ സംഗീതോത്സവം എന്നിവ ഭക്തിയും കലയും ഒന്നിക്കുന്ന അപൂർവ ആഘോഷങ്ങളാണ്. ചെമ്പൈ സംഗീതോത്സവം ദക്ഷിണേന്ത്യൻ സംഗീത ചരിത്രത്തിലെ ഒരു സ്വർണ്ണ അധ്യായമാണ്. ഗുരുവായൂർ ക്ഷേത്രം ആനകളില്ലാതെ പൂർണ്ണമാകില്ല. അവയിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന നാമമാണ് ഗജരാജൻ ഗുരുവായൂർ കേശവൻ. അവൻ്റെ ശാന്തതയും ഭക്തിയും ഇന്നും ഗുരുവായൂരിൻ്റെ ആത്മാവായി ജീവിക്കുന്നു. ഗുരുവായൂരിൽ പ്രാർത്ഥനയോടെ വന്നവർ ഒരിക്കലും നിരാശരാകില്ല എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. രോഗമുക്തി, സന്താനലാഭം, മാനസിക സമാധാനം, അനവധി വിശ്വാസകഥകൾ ഗുരുവായൂരോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ ദർശനം മാത്രം ജീവിത ദിശ മാറ്റിയെന്ന് പറയുന്നവർ അനേകം. കാലങ്ങൾ മാറിയാലും വിശ്വാസങ്ങൾ മാറിയാലും ഗുരുവായൂർ എന്നേക്കുമായി ഭക്തിയുടെ കേന്ദ്രമായിരിക്കും. ദുഃഖങ്ങളും ആശങ്കകളും അകറ്റി മനസ്സിന് സമാധാനം നൽകുന്ന ഒരു ദിവ്യസ്ഥാനം, അതാണ് നമുക്ക് ഗുരുവായൂർ.